ഇത് കന്നിമൂല. ഇവിടെ ഒരു റൂമിൻ്റെ ജനാല. ഇതാണ് നമ്മുടെ പുറകെ. ഇവിടെ ആണിക്കല്ലിടാൻ പറഞ്ഞത് അവർ മറന്നുപോയി. പപ്പായനോടാണ് പറഞ്ഞത്. പപ്പ മറന്നുപോയി. ഇവിടെ മിനി അടുക്കള. ഉണ്ടല്ലോ, ചിരിയേ ഉള്ളൂ. പിന്നെ ഹോള് കണ്ടല്ലോ. നോക്കിക്കേ, ഇത് റൂമിലെ കട്ട മതിയായെന്നു. നമ്മൾ ഏതായാലും ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ നല്ല ബാത്റൂം. ഇവിടെ നിന്ന് അടുത്ത് തുടക്കം. ഗായ്സ്, ഇതാണ് എൻ്റെ വീട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വാടകയ്ക്കൊക്കെ താമസിച്ച്, വാടകയൊന്നും കൊടുക്കാൻ പൈസയൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു വാടക കൊടുക്കാൻ ഇല്ലാതെ വരുമ്പം ആൾക്കാരൊക്കെ നമ്മളെ ചില സമയത്ത് ഒരുപാട്, ഇപ്പോഴും ഞാൻ എന്നാൽ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലേ എന്നല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും സ്വന്തമായിട്ട് എന്നൊരു വീട്, കുറച്ചുകൂടെയൊക്കെ പണി തീരാനുണ്ട്, തറയിടാനുണ്ട്, പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. എന്നാലും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമല്ലേ. അതുകൊണ്ട് വാടക കൊടുക്കാതെ ബുദ്ധിമുട്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുറേ വർഷത്തിൻ്റെ കഷ്ടപ്പാടാണ് ഈ സ്ഥലവും വീടും ഒക്കെ. ഞാൻ അറബി നാട്ടിൽ പോയി കഷ്ടപ്പെട്ട്, ശരിക്കും കഷ്ടപ്പെട്ട്, ചില ദിവസങ്ങൾ ഉറക്കമൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് മേടിച്ചൊരു സ്ഥലമാണിത്. അതിനകത്ത് ഈ ഷെഡിൽ ഞങ്ങൾ കുറേ നാൾ താമസിച്ചു. ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്. ഈ ഷെഡിൽ ഞങ്ങൾ കുറേ നാൾ താമസിച്ചു. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊന്നും എടുത്തുകൊണ്ട് അധികമൊന്നും പോയില്ല. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിറയെ തുണി അലക്കിയിട്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് ഇവിടെ 2 ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, മഴയായിരുന്നു. എന്നാലും കഴിച്ച ഞാനിപ്പം ഭയങ്കര അങ്ങ് സന്തോഷമാണ്. വന്നാൽ ഞാനങ്ങ് എല്ലാം രക്ഷപ്പെട്ടു, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഞാൻ ഇത്രയായത്. അങ്ങനെയാണ് ഗൈസ് എൻ്റെ കാര്യങ്ങൾ. ഇപ്പം വീട് ഇത്രയും വരെയൊക്കെ ആയി. ഞങ്ങൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എല്ലാ ബാധ്യതകളും തീർന്നു അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആയി. ഞങ്ങളുടെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടൊരു ഇത്രയെങ്കിലും ആയി. ഇനിയും പിന്നെ കുറേ പണിയുണ്ട്, അതൊക്കെ തീരില്ല. അവരെ സഹായിക്കും. ഇവിടം വരെയൊക്കെ എത്തി. അതിലെനിക്ക് സന്തോഷമുണ്ട് ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ എൻ്റെ